നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘടനാ വിരുദ്ധ പ്രവർത്തനം. കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി നേതൃത്വം. ചങ്ങനാശ്ശേരിയിലെ മുൻ നഗരസഭാ അധ്യക്ഷനും DCC അംഗവുമായ സെബാസ്റ്റ്യൻ മാത്യു മണിമേലിനെയാണ് പുറത്താക്കിയത്. ഇദ്ദേഹത്തെ KPCCയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. UDF യോഗം അലങ്കോലപ്പെടുത്തി KPCC ജനറൽ സെക്രട്ടറിയായ മുതിർന്ന നേതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്വാറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരി മരിച്ചു. മലപ്പുറത്ത് ക്വാറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. മലപ്പുറം കിഴിശ്ശേരി പാലാപ്പറമ്പിൽ അഭിനന്ദയാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. ഞായറാഴ്ച ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ലക്ഷ്യം സ്കൂൾ കുട്ടികൾ. 1/2 കിലോ കഞ്ചാവ് മിഠായികളുമായി യുവാവ് പിടിയിൽ. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1/2 കിലോ കഞ്ചാവ് മിഠായി പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട UP സ്വദേശി രാജു സോൻകറിനെ അറസ്റ്റ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. 79 കഞ്ചാവ് മിഠായികളാണ് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയത്. ഇയാൾ വന്ന സ്കൂട്ടറും പോലീസ് പിടികൂടിയിട്ടുണ്ട്. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി VS സുനിൽകുമാർ. CPI കൗൺസിൽ തർക്കം. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി CPI കൗൺസിലിൽ വാദപ്രതിവാദങ്ങൾ. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് VS സുനിൽകുമാർ യോഗത്തിൽ രംഗത്തെത്തി. സുനീർ ചെറുപ്പമെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും VS സുനിൽകുമാർ പറഞ്ഞു. സുനിൽകുമാറിന് പകരം പ്രകാശ് ബാബുവിനെ അയക്കണമെന്നായിരുന്നു സുനിൽകുമാർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതോടെ സുനിൽകുമാറിനെ പരിഹസിച്ച് AIYF പ്രസിഡന്റ് N അരുൺ രംഗത്തെത്തി. 40 വയസ്സിന് മുമ്പ് MLA-യും 50 വയസ്സിന് മുമ്പ് മന്ത്രിയുമായാൽ തന്നെ ഇത് പറയണമെന്ന് അരുൺ യോഗത്തിൽ പരിഹസിച്ച് മറുപടി പറഞ്ഞു. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ CPI-യിൽ എതിരഭിപ്രായം ഉയർന്നിരുന്നു. മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിന് രാജ്യസഭാ സീറ്റ് നൽകാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും എതിർപ്പ് മറികടന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകുകയായിരുന്നു. വിദ്യാർത്ഥികൾ സാഹസിക യാത്ര നടത്തിയാൽ രക്ഷിതാക്കൾക്ക് 8ന്റെ പണി. ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ നടത്തുന്ന സാഹസിക യാത്രയ്ക്ക് പൂട്ടിടാൻ തീരുമാനിച്ച മനുഷ്യാവകാശ കമ്മീഷൻ. സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ വാഹനങ്ങളിലെ സാഹസിക പ്രകടനത്തിൽ ഇനി മുതൽ കനത്ത നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. മറ്റുള്ളവരുടെ ജീവനെടുക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഉത്തരവുണ്ട്. കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്.